നമസ്കാരം. മൂന്നാം തവണയും അധികാരത്തിലേറാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ബി.ജെ.പി. എന്ന പാർട്ടി നടത്തിക്കഴിഞ്ഞു. മൂന്നാം ഊഴത്തിന് വേണ്ടി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇത്തവണ കളത്തിലിറങ്ങുന്നത്. എന്തായാലും ബി.ജെ.പി. ഇത്ര വലിയ വിജയമൊക്കെ സ്വന്തമാക്കുമ്പോഴും ദക്ഷിണേന്ത്യ അവർക്ക് എപ്പോഴും ഒരു ബാലികേറ മലയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ ദക്ഷിണേന്ത്യയിലെ കർണാടകമാവട്ടെ പലപ്പോഴും ബി.ജെ.പിയോട് ചായ്വ് കാണിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ്. നമുക്കറിയാം, ഇപ്പോഴവിടെ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് വരെ ബി.ജെ.പിയുടെ അധികാരത്തിൽ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ബി.ജെ.പിക്ക് ഏറ്റവും അധികം വേരോട്ടമുള്ള ഒരു മണ്ണ് ദക്ഷിണേന്ത്യയിൽ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കർണാടകം തന്നെയാണ്. ഇപ്പോഴിതാ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ബി.ജെ.പിക്ക് അനുകൂലമായ ഫലം ലഭിക്കുമെന്ന് കർണാടകത്തിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ബസവരാജ് ബൊമ്മെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. നരേന്ദ്രമോദിയെ വീണ്ടും പ്രധാനമന്ത്രിയെ കാണാൻ തന്നെയാണ് രാജ്യം ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് എന്നും മോദി തരംഗം ശക്തമായി ദക്ഷിണേന്ത്യയിലും ഉണ്ടാകും എന്നുമാണ് ബൊമ്മെ പറയുന്നത്. എന്തായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ചില സർപ്രൈസ് ഫലങ്ങൾ പുറത്തു വരും എന്നതിന്റെ സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും ബി.ജെ.പി. പരമാവധി സീറ്റ് നേടുമെന്ന് തന്നെയാണ് ബസവരാജ് ബൊമ്മെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. രാജ്യം മുഴുവൻ മോദിയെക്കുറിച്ച് വലിയ ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിന്റെ പ്രതിഫലനം ദക്ഷിണേന്ത്യയിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. കശ്മീർ മുതൽ കന്യാകുമാരി വരെ ബി.ജെ.പി. അനുകൂല അല്ലെങ്കിൽ മോദി അനുകൂല തരംഗമാണുള്ളത്. വരാനിരിക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും ഇത്തവണ അപ്രതീക്ഷിത ഫലം തന്നെയാണ് ബി.ജെ.പി. പ്രതീക്ഷിക്കുന്നത്. കർണാടകയിൽ മാത്രം ബി.ജെ.പി. 25-ലധികം സീറ്റുകൾ നേടുമെന്നും ബൊമ്മെ അവകാശപ്പെടുന്നു. SC/ST വിഭാഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിരാശരാണ് എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ കൂടി ബൊമ്മയുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. നിരവധി ജാതികളെ SC/ST വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും കോട്ടയുടെ സംവരണത്തിന്റെ ശതമാനം ഇതുവരെയും ഉയർത്തിയിട്ടില്ല. ഗ്യാരണ്ടികളും പദ്ധതികളും നടപ്പിലാക്കുന്നതിനായി പ്രത്യേക ഘടക പദ്ധതി, ട്രൈബൽ സബ് പ്ലാൻ എന്നിവയുടെ 11,000 കോടി രൂപ വകമാറ്റിക്കൊണ്ട് നിലവിലെ കോൺഗ്രസ് സർക്കാർ ദലിതുകളോട് അനീതി കാട്ടി എന്നും ബൊമ്മെ പറയുന്നു. അതേസമയം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന്റെ ക്ഷീണം മറികടക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടിയാണ് ബി.ജെ.പി. ശ്രമിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഷെട്ടാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബി.ജെ.പിയിലേക്ക് തിരികെ വന്നതും. എന്തായാലും കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായി JDS ഇത്തവണ NDAയുടെ ഭാഗമാണ് എന്നും നമുക്കറിയാം. നിലവിൽ കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള JDS ബി.ജെ.പിയോട് പറയുന്നത് അവർക്ക് 6 സീറ്റുകളെങ്കിലും നൽകണമെന്നാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 3 സീറ്റുകൾ മാത്രമേ JDSന് നൽകൂ എന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഇതിൽ തന്നെ ഏറ്റവും അധികം ഒരു സംഘർഷം അല്ലെങ്കിൽ ഒരു വലിയ വാദപ്രതിവാദമോ തർക്കമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള മണ്ഡലം മാണ്ഡ്യ തന്നെയാണ്. നമുക്കറിയാം, ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സുമലത അംബരീഷാണ് MP ആയിട്ടുള്ളത്. കഴിഞ്ഞ തവണ അവർ HD കുമാരസ്വാമിയുടെ മകനായ നിഖിൽ കുമാരസ്വാമിയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ലോക്സഭയുടെ പടി കയറിയത്. അതുകൊണ്ട് തന്നെ ഇത്തവണ JDS പറയുന്നത് അവിടുത്തെ സമുദായ സമവാക്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ്. പക്ഷേ സമുദായ സമവാക്യത്തിനുമൊക്കെ അതീതമായി അംബരീഷിന് വലിയ പിന്തുണയുള്ള ഒരു മണ്ഡലമാണ് മാണ്ഡ്യ എന്ന് പറയുന്നത്. മാണ്ഡ്യയുടെ കാര്യത്തിൽ മാത്രമായിരിക്കും ഒരു ചെറിയ തോതിലെങ്കിലുമുള്ള തർക്കം ഉണ്ടാവാനുള്ള സാധ്യത. എന്തായാലും JDS കൂടി NDAയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് ബി.ജെ.പിക്ക് ആത്മവിശ്വാസം ഇരട്ടിയാണ്. അങ്ങനെയെങ്കിൽ 28 ലോക്സഭാ സീറ്റുകളുള്ള കർണാടകത്തിൽ തീർച്ചയായും ബി.ജെ.പി. ഉണ്ടാക്കാൻ പോകുന്ന വിജയം ചെറുതായിരിക്കില്ല. കർണാടകത്തിൽ മാത്രം അത് ഒതുങ്ങുകയുമില്ല, മറിച്ച് തമിഴകത്തും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബി.ജെ.പി. സീറ്റ് നേടും എന്ന് തന്നെയാണ് ബസവരാജ് ബൊമ്മെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ഏറ്റവും അടുത്ത സർവേ ഫലങ്ങളിലും ബി.ജെ.പി. അവിടെ കർണാടകത്തിൽ 25-ലധികം സീറ്റുകൾ നേടുമെന്ന് തന്നെയാണ് പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.